കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ മേയർ തർക്കത്തിൽ മെമ്മറി കാർഡ് കട്ടവിരുദ്ധനെ തപ്പി നടക്കുകയാണ് പോലീസും ഗതാഗത മന്ത്രിയുമടക്കം. അപ്പോഴും മെമ്മറി കാർഡ് എടുത്തു മാറ്റിയത് ഡ്രൈവർ തന്നെ ആയിരിക്കാമെന്ന സംശയവും ചിലർക്കിടയിൽ, പ്രത്യേകിച്ചും പോലീസിനിടയിൽ ചർച്ചയാകുന്നുണ്ട്. എന്നാൽ മെമ്മറി കാർഡ് എടുത്തു മാറ്റിയാൽ പണി കിട്ടാൻ പോകുന്നത് തനിക്കാണെന്ന് തന്നെ ബോധ്യമുള്ള യദു എന്തിന് സകല തെളിവും അടങ്ങിയിരിക്കുന്ന മെമ്മറി കാർഡ് എടുത്ത് മാറ്റണമെന്ന ചോദ്യവും ബാക്കി നിൽക്കുകയാണ്. നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും മെമ്മറി കാർഡ് പോലീസിനും ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗണേഷ് കുമാറിനും കിട്ടാതിരിക്കുക എന്നത് തികച്ചും മേയറുടെയും ഭർത്താവ് സച്ചിൻ ദേവ് എം.എൽ.എയുടെയും മാത്രം ആവശ്യമാണ്. കാരണം ഇതുവരെ പുറത്തു വന്നിട്ടുള്ള സകല തെളിവും മേയറെയും ഭർത്താവിനെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്നവയാണ്. ഇനി യദുവാണ് ബസ്സിലെ മെമ്മറി കാർഡ് എടുത്ത് മാറ്റിയത് എന്ന ആരോപണത്തെക്കാൾ ബലമുള്ളതാണ് മേയർക്ക് വേണ്ടി ബസ്സിലെ കണ്ടക്ടറോ അല്ലെങ്കിൽ സച്ചിൻ ദേവോ ആകാം കാർഡ് എടുത്ത് മാറ്റിയിട്ടുണ്ടാവുക എന്ന സംശയം. കാരണം സച്ചിൻ ദേവ് ബസ്സിൽ കയറി എന്നുള്ളതിനും ബസ് തമ്പാനൂരെ ഡിപ്പോയിലേക്ക് കൊണ്ടുപോകുന്നത് വരെയുള്ള സമയം കണ്ടക്ടർ ബസ്സിനകത്തുണ്ടായിരുന്നു എന്നുള്ളതിനും തെളിവുകളുണ്ട്. ഒരുപക്ഷെ യദു ഉന്നയിച്ചതുപോലെ തന്നെ മേയറുടെയും സച്ചിൻ ദേവിന്റെയും നിർദ്ദേശപ്രകാരം കണ്ടക്ടറാണ് മെമ്മറി കാർഡ് എടുത്ത് മാറ്റിയതെങ്കിലോ എന്ന സംശയം ബലപ്പെടാനും സാഹചര്യങ്ങൾ ഏറെയാണ്. കണ്ടക്ടറെ ചോദ്യം ചെയ്തപ്പോഴും വ്യക്തമായ വിവരങ്ങളൊന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല. യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിലാണ് എല്ലാം നടന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും ബോധപൂർവം ആ മെമ്മറി കാർഡ് അഴിച്ചെടുക്കാം. പ്രത്യേകിച്ച് ബസ്സിൽ CCTV ഉണ്ടെന്ന വിവരം എല്ലാവരും അറിയാൻ സാധ്യതയുള്ളതിന്. സംഭവം നടന്നതിന് പിന്നാലെ മെമ്മറി കാർഡ് നീക്കം ചെയ്തു എന്നതാണ് പോലീസിന്റെ വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ അത് തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്നായിരിക്കാമെന്ന സംശയമാണ് ചിലർ ചർച്ചയാക്കുന്നത്. എന്നാൽ അതിനു മുൻപ് തന്നെ മെമ്മറി കാർഡ് നഷ്ടപ്പെടാൻ സാധ്യത ഏറെയാണ്. കൃത്യമായി അറിയുന്ന ഒരാളാണ് ഈ മെമ്മറി കാർഡ് അഴിച്ചു മാറ്റിയിട്ടുണ്ടാവുക എന്നതാണ് വിലയിരുത്തൽ. ബസ്സിലെ കണ്ടക്ടർ മുതൽ ആർക്കും അതിന് കഴിയും. എന്നാൽ ഈ മോഷണക്കേസും യദുവിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. ഇതിന് സാധ്യതയും സാഹചര്യം കുറവാണെന്നതാണ് വസ്തുത. വാക്കുതർക്കത്തെ തുടർന്ന് മേയർ വിളിച്ചതിന് പിന്നാലെ പാളയത്തെത്തിയ കന്റോൺമെന്റ് പോലീസ് ഡ്രൈവർ യദുവിനെ അറസ്റ്റ് ചെയ്തു. പോലീസ് ജീപ്പിലാണ് കൊണ്ടുപോയത്. ബസ് പാളയത്ത് തന്നെ ഒതുക്കിയിട്ടു. മണിക്കൂറുകൾ കഴിഞ്ഞ് രാത്രി 1 മണിക്കാണ് കെ.എസ്.ആർ.ടി.സി വിജിലൻസ് വിഭാഗം എത്തി ബസ് തമ്പാനൂരെ ഗാരേജിലേക്ക് കൊണ്ടുപോയത്. ഈ സമയം ആരെല്ലാം ബസ്സിൽ കയറിയെന്നതാണ് നിർണായകം. സച്ചിൻ ദേവ് എം.എൽ.എ ബസ്സിൽ കയറിയെന്ന വാദത്തിന് തെളിവുള്ളത് ഈ മെമ്മറി കാർഡിൽ നിന്നാണ്. കേസ് ബലപ്പെടുത്താൻ ഈ മെമ്മറി കാർഡ് വിനയാകുമെന്ന് മനസ്സിലാക്കി യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ വെച്ച് തന്നെ അട്ടിമറി നടക്കാൻ സാധ്യതയുണ്ട്. സാഫല്യം കോംപ്ലക്സും യൂണിവേഴ്സിറ്റി കോളേജുമെല്ലാം പ്രത്യേക സംഘടനയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശവുമാണ്.